ബാക്ക് ടു മൈ ചാനൽ. ഓണം പ്രമാണിച്ച് നമ്മൾ കിച്ചണിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഓണം സ്പെഷ്യൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ കുക്ക് ചെയ്യുന്നത് ഞാനല്ല, നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല, വിളിച്ചിട്ട് നിങ്ങളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. അപ്പോൾ വിളിക്കട്ടെ, വരൂ. നിങ്ങളെ കണ്ടിട്ട് ഒരേപോലെ ഉണ്ടോ? ഇതാണ് എൻ്റെ അമ്മ. അപ്പോൾ ഈ തവണത്തെ ഓണത്തിന് ഞങ്ങളെ കൂടെ അമ്മയും അച്ഛനും ഉണ്ണിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയാണ് ഇന്ന് നമുക്ക് കുക്ക് ചെയ്ത് തരാൻ പോകുന്നത്. എന്താണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? അത് പ്രത്യേകം പറയാനുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, വീഡിയോ എടുക്കാനാ. അത് പത്ത് കാര്യമുണ്ടോ? ഞാൻ ആദ്യം എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. ചെറുപയർ പരിപ്പ് പായസമാണ്. അത് പിന്നെ വീണ്ടും ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് പ്രഥമൻ. ഓക്കെ, അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം? വേവിച്ച് വെച്ച ചെറുപയറുണ്ട്, ശർക്കര, പാവ് വെള്ളിച്ച് വെച്ചു, പിന്നെ ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല്. ഓക്കെ. പിന്നെ വറവിടാൻ വേണ്ടിയിട്ട് കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്, അത് ചെയ്യാൻ നെയ്യ്, പിന്നെ ഏലക്ക പൊടിച്ചത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പോൾ ആദ്യം സ്റ്റൗ കത്തിക്കുക. ഓക്കെ, ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയണം. ഇതിലേക്ക് നമ്മളിതാ ചെറുപയർ പരിപ്പ് വേവിച്ച് വെച്ചത് മുക്കാൽ ഭാഗം വെന്തിട്ടേ ഉള്ളൂ കേട്ടോ. മൂന്നാം പാൽ, ഇത് നമ്മൾ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന പായസല്ലേ? നമ്മളെപ്പോഴും വീട്ടിലുണ്ടാക്കാറുണ്ടല്ലോ. ഇത് അച്ഛനൊക്കെ ഇഷ്ടമാണല്ലോ. പക്ഷെ ഇത് എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് പാലട ഇഷ്ടം. ഉണ്ണിക്കും ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് അച്ഛനും ഭയങ്കര ഇഷ്ടം. ശരിക്കും ഇത് ഓണത്തിന് ശരിക്കും പറയുന്നതാണ് പരിപ്പിൻ്റെ പ്രഥമനാണ് സാധാരണ എല്ലാവരും വെക്കാറ്. നല്ലോണം തിളച്ചു അല്ലേ? ഇനി ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഈ ശർക്കര ചുരുക്കി വെച്ചത് ഇതിലേക്ക് ഒഴിക്കാം. ഇത് ശരിക്കും എൻ്റെതായ ഒരു രീതിയിൽ എളുപ്പം കഴിയുന്ന തരത്തിലുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യില്ലേ, അതാണ്. അപ്പം ശരിക്കും പ്രഥമ ഉണ്ടാക്കുമ്പോൾ വലിയ ഒരു പ്രോസസ്സാണ്. നമ്മൾ പക്ഷേ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, ശർക്കരപ്പാവ് മധുരത്തിനനുസരിച്ച്. ഓരോരുത്തർക്കും പലർക്കും ചിലർക്ക് മധുരം നല്ലോണം വേണം, ചിലർക്ക് മധുരം കുറവ് മതി. അപ്പോൾ നമ്മളൊരു ആവറേജ് മധുരമാണ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മുക്കാൽ ഭാഗം വേവിച്ച പരിപ്പ് ഇട്ടു, എന്നിട്ട് അത് മൂന്നാം പാല് ഒഴിച്ചിട്ട് തിളപ്പിച്ചു. അത് തിളപ്പിച്ച് വന്നപ്പോൾ നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കരപ്പാവ് ഒഴിച്ചു. ഇനി അത് കുറുകി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അമ്മ ആദ്യമായിട്ട് കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്? അത് ശരി. എപ്പോഴെങ്കിലും കണ്ടിക്കോ ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് ഇങ്ങനത്തെ ഉഗാണ്ടയിലെത്താനാ? എൻ്റെ അമ്മ ക്യാമറ ഇതൊക്കെ പറയുന്നത് കാര്യമില്ലല്ലോ. അങ്ങനത്തെ കിന്നാര ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല കേട്ടോ. അമ്മ ഇത് ആൾക്കാരെ വിചാരിക്കും അമ്മ ചൊറിച്ചയാണ്. അതായിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. ഇങ്ങനത്തെ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നില്ലല്ലോ. നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറയും, മോശമാണെങ്കിൽ മോശമാന്ന് പറയും. ഓക്കെ, നല്ലതായിട്ട് മോശമാണെന്ന് പറയുന്നത് നോക്കാം. അതെല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു അമ്മേൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നീ നിൻ്റെ അമ്മേനെയാണോ ഉദ്ദേശിച്ചത്? അപ്പം പറയണ്ട, അമ്മ അതിന് മാത്രം കുക്ക് ചെയ്യില്ല എന്ന് പറയാം. അത് ഞാൻ പറയാറുണ്ട്. ചെറിയ ചെറിയ ഈസി ആയിട്ട് പെട്ടെന്നൊരു പ്രഥമൻ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആർക്കും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഇത് ഏകദേശം വെറ്റി വരുന്നുണ്ട്. നമ്മളിത് രണ്ടാം പാല് ഒഴിക്കാൻ പോവാണ്. വറ്റി വരുന്നൊന്ന് കാണിക്കട്ടെ, ഒരു മിനിറ്റ്.
കണ്ടോ കുറച്ച് ഒന്ന് കുറുകിയിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടാം പാൽ. ഓക്കെ, രണ്ടാം പാൽ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ചെറുതാക്കുക. എന്നിട്ട് അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം, ഇല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. അപ്പം നമ്മൾ എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് തിളയ്ക്കാം. ഇപ്പം ഇത് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്, കണ്ടോ, നല്ലോണം തിക്കായിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് ചെറിയ ചൂടിൽ ജസ്റ്റ് ഒന്ന് തിളയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഓഫാക്കാം. ഓക്കെ, ഏലക്കാപ്പൊടി ഇടാൻ പോവാണ്. ഏലക്കാപ്പൊടി വറവിടാം. ഒഴുകട്ടെ. ആദ്യം എന്താ ഇടുന്നത്? ചുവന്ന് വരുമ്പോൾ കിസ്മിസും കൂടി ഇട്ട് ജസ്റ്റ് ഇതാക്കിയിട്ട് ഇതൊക്കെ കുക്ക് ചെയ്യുന്നവർ തന്നെ ചെയ്യണം. വെറുതെ ഇരിക്കല്ലേ. ഞാനിങ്ങനെ അത് അമ്മേനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെയാണ്. അമ്മയാണ് കുക്ക് ചെയ്യുന്നത്. ഇത് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി കിസ്മസ് പോരട്ടെ പോരട്ടെ. ഓഫ് ചെയ്തു. അരെ വാ, മണമുണ്ട്, ഗുണമുണ്ടോന്ന് അറിയില്ല. മണവും ഗുണവും ഉണ്ട്. ഇത് പൊട്ടുന്നു. അമ്മ എന്നെ കുക്ക് ചെയ്യണം. എന്നാ പിടിച്ചോ 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 പിടിച്ചോ. ഞാൻ അമ്മേനെ ഇന്റർവ്യൂ ചെയ്യാം, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക. അപ്പൊ അമ്മയാണ് കുക്ക് ചെയ്ത് കാണിക്കേണ്ടത്. അല്ല, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മ ഇനി ഒരു യൂട്യൂബ് ചാനൽ എങ്ങാനും തുടങ്ങണോ? വേണ്ട, ഞാനുണ്ടല്ലോ, അത് മതി. എൻ്റെ ചാനലിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരാം. ഓഫ് ചെയ്യട്ടെ? യെസ്. ആരെ വാ. കാണുമ്പം ഭംഗിയുണ്ട്, പക്ഷെ ടേസ്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണമല്ലോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നോക്കാം. അപ്പൊ ഇതെന്താ കുറച്ചൊരു ലൈറ്റ് കളർ ആയിപ്പോയത്? ഇത് വെള്ള ശർക്കരയല്ലേ ഇതിൽ ഉപയോഗിച്ചത്. കറുത്ത ശർക്കരയാണെങ്കിൽ നല്ല ഡാർക്ക് കളർ വരും. ഓക്കെ, അപ്പൊ കറുത്ത ചുക്കിന്റെ പൊടിയൊക്കെ ഇടും. ചുക്കിന്റെ പൊടിയൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പോൾ ഇതിൽ നല്ല ഡാർക്ക് കളർ കിട്ടണമെങ്കിൽ കറുത്ത ശർക്കര വേണം ഇടാനായിട്ട്. നമ്മളെടുത്ത് വെള്ള ശർക്കരയായിരുന്നു ഉണ്ടായിരുന്നത്, അതാണ് ഈ ലൈറ്റ് കളറ്. പിന്നെ ചുക്കുപൊടിയും ഇടും. ചുക്കുപൊടി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി. അപ്പോൾ ഇതാണ് അമ്മേൻ്റെ ഓണം സ്പെഷ്യൽ ഈസി പീസി പരിപ്പ് പ്രഥമൻ. യെസ്. പായസമൊക്കെ അമ്മ ഉണ്ടാക്കി. ഇനി ഇത് ആർക്ക് വേണ്ടിയിട്ട് അമ്മ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? എനിക്ക് കുക്കിംഗ് അറിയില്ല എന്ന് പറയുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ അതില് ഞാൻ ഉൾപ്പെടൂലേ? തീർച്ചയായിട്ടും. അച്ഛൻ ഉൾപ്പെടൂലേ? അച്ഛൻ ഉൾപ്പെടും. ഉണ്ണി ഉൾപ്പെടൂലേ? ഉണ്ണി ഉൾപ്പെടും. രോഹിത് ഉൾപ്പെടും. അപ്പൊ നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവരും ഫ്രണ്ട്സ്. അതെന്താ വെച്ചാല് ഞങ്ങളെ ഫാമിലിയിലും അമ്മേന്റെ കുറച്ച് ഫ്രണ്ട്സും എല്ലാരും പറയുന്ന ഒരു കാര്യമാണ്, അമ്മ കുക്ക് ചെയ്യാൻ കുറച്ചൊന്ന് പുറകിലോട്ടാണെന്ന്. അപ്പൊ അത് ഇവിടെ അമ്മ തെളിയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സമ്മതിച്ചു. അമ്മ നല്ല ഉഗ്രൻ പരിപ്പ് പായസം, പരിപ്പ് പ്രഥമൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ? ഞാൻ ടേസ്റ്റ് ചെയ്യില്ല, എനിക്കിത് ഇത്ര ഇഷ്ടമല്ല. അപ്പം ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരാളെ വിളിക്കാം. ഇന്ന് ഓണായതുകൊണ്ട് ഭയങ്കര സ്പെഷ്യലാണ്, ഗസ്റ്റോട് ഗസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് വരുന്ന ചീഫ് ഗസ്റ്റിനെ ഞാൻ വിളിക്കാൻ പോവാണ്.
അപ്പം ഇതാണ് നമ്മളെ ചീഫ് ഗസ്റ്റ്. ഈ അമ്മയാണ് നമ്മളെ വ്ളോഗർ അശ്വിനീൻ്റെ കുക്കിംഗ് വീഡിയോസിലുള്ള എല്ലാ റെസിപ്പീസും പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ ബിഹൈൻഡ് ദി ക്യാമറ. ഞാനിത് അമ്മയ്ക്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ അമ്മ ഇവിടുന്ന് പറഞ്ഞു സൂപ്പറാന്ന് പറയണം. അങ്ങനെയൊന്നുമില്ല, കള്ളൊന്നും പറയരുത്. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടെന്ന് പറയണം. ഓക്കെ, കഴിക്കട്ടെ, ധൈര്യത്തിൽ കഴിക്കേ. ചൂടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. അഭിമാന നിമിഷം. സൂപ്പർ, അടിപൊളി, സൂപ്പർ. ഓണം അടിപൊളി. അപ്പോൾ എല്ലാവരും ഈ ഒരു പരിപ്പ് പ്രഥമൻ ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ വലിയ പ്രോസസ്സ് ഒന്നും പറഞ്ഞിട്ടില്ല, ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ 3 പേരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.